ഞാൻ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്ത് കാണിക്കണം എന്ന് വിചാരിച്ചൊരു റെസിപ്പിയാണ് പാൽക്കപ്പയുടെ. അപ്പം നമുക്കിന്ന് പാൽക്കപ്പ തയ്യാറാക്കാം. കിഴങ്ങ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുക, തോലൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നാര് കളയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. കഴുകി വൃത്തിയാക്കിയെടുത്ത് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചുടച്ച് മാറ്റി വെക്കുക. ഇനി ഇഞ്ചിയും കാന്താരി മുളകും ചെറിയുള്ളിയും, കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യുക, ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഈ മസാലേനെ കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഞാനിത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളകും മഞ്ഞളും ചേർത്തിട്ട് ചെമ്മീൻ മിക്സ് ചെയ്ത് വെച്ച് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി സെയിം നമ്മൾ ചതച്ചെടുത്ത സാധനം നമ്മൾ വേവിച്ചുടച്ച കപ്പയിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് 1 നാളികേരത്തിൻ്റെ പാല് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1-1.25 കിലോ കപ്പ വരുന്നുണ്ട് കേട്ടോ. 1 നാളികേരമാണ് അതിനെടുത്തിരിക്കുന്നത്. പോരാത്ത ഉപ്പ് ചേർക്കാൻ മറക്കണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കി അടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് വരും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുകും മുളകും ഒക്കെ താളിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാൽക്കപ്പ. ഇതിൻ്റെ കൂടെ നല്ല മീൻകറിയും, അതുപോലെ ഞാനിപ്പം മെയിനായിട്ട് സ്പെഷ്യലായിട്ട് ഇതിൻ്റെ കൂടെ ചെമ്മീൻ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കിയ ബീഫായിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ അത് ചെമ്മീനിലേക്ക് വഴിമാറിയതാണ്. എന്തായാലും സംഭവം ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇത്തിരി മീൻകറിയുടെ ഗ്രേവിയും കൂട്ടിയിട്ട് കഴിച്ചപ്പം അപ്പാര ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. I'll see you with another video. Bye bye.